ഭാരതാംബയുടെ ചിത്രത്തിൽ നിന്ന് കാവിക്കൊടി നീക്കം ചെയ്ത് പകരം ഇന്ത്യൻ പതാക, ദേശീയ പതാക വെച്ച് ഒരു ചിത്രം ഇറക്കിയിരിക്കുന്നു. എന്താണ് നീക്കം? ശരിക്കും പറഞ്ഞാൽ ഭാരതാംബയെ പുനർനിർവചിച്ച് വീണ്ടും തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന സർക്കാരും ഭാരതാംബയുടെ പ്രശ്നം അങ്ങനെ രമ്യമായിട്ട് പരിഹരിക്കാമെന്ന് ഇടത് നേതൃത്വമൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അതായത് ഭാരതാംബയെ തൊട്ട് കളിച്ച ഇത്തിരി പ്രശ്നമാണല്ലോ, കാരണം അവസാനം ദേശസ്നേഹം ഇല്ലാത്തവരായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഭയം അവർക്കുണ്ടാവില്ലേ? തീർച്ചയായും. ഇപ്പോൾ ഭാരതാംബ വിവാദം കനക്കുകയാണ്. നമുക്കറിയാം, ഗവർണർ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കം അതിൽ നിന്നും ബഹിഷ്കരിക്കുകയൊക്കെ ഉണ്ടായത്. ഏതായാലും ഭാരതാംബ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഗവർണറും സംസ്ഥാന സർക്കാരും. ഗവർണർ ഇത് ഉറച്ച തീരുമാനത്തിൽ തന്നെ ഗവർണർ മുന്നോട്ട് പോകുന്നു. സംസ്ഥാന സർക്കാരാകട്ടെ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ നിന്ന് കാവിക്കൊടി ഒഴിവാക്കണം, അത്തരത്തിൽ ദേശീയ പതാക കൊണ്ടുവന്നൊരു ചിത്രമൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏതായാലും രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ഒഴിവാക്കുന്നതിനായി നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും സർക്കാർ നിയമോപദേശമൊക്കെ തേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി രാജ്ഭവനിലെ ചടങ്ങുകൾ മന്ത്രിമാർ ബഹിഷ്കരിച്ചതിലുള്ള പ്രതിഷേധം രേഖാമൂലം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയെയും ഒക്കെ അറിയിക്കാൻ ഗവർണറുടെ ഓഫീസും ആലോചന തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകാനാണ് തീരുമാനം. വിഷയത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇരുപക്ഷവും. നമുക്കറിയാം, മുൻപുണ്ടായിരുന്ന ഗവർണർ പോയി പുതിയ ഗവർണർ വന്നപ്പോൾ പിണറായി വിജയനുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു പ്രതീതി ആദ്യഘട്ടത്തിൽ ആർലേക്കർ ഉണ്ടാക്കിയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനാണെങ്കിൽ എപ്പോഴും പിണറായിയുമായി ഏറ്റുമുട്ടുകയായിരുന്നു, SFIയുമായും ഒക്കെ ഏറ്റുമുട്ടുകയായിരുന്നു. പക്ഷേ ആർലേക്കർ ആദ്യം വന്നപ്പോഴുള്ള ഒരു സമീപനമൊക്കെ കണ്ടപ്പോൾ പിണറായി വിജയനുമായൊക്കെ അടുത്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ കടുപ്പിച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് രാജ്ഭവനിൽ സർക്കാർ നടക്കുന്ന ഔദ്യോഗിക പരിപാടികൾ ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം, കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ഒഴിവാക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടാനോ ഉപദേശിക്കാനോ സർക്കാരിനാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ നിയമപിൻബലം ഉണ്ടാകുമോ എന്നാണ് സർക്കാർ അന്വേഷിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിയമപിൻബലം ഇല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും രാജ്ഭവനിൽ ഈ സർക്കാരിൻ്റെ പരിപാടിയിൽ രാജ്ഭവൻ ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനാകും എന്നത് സംബന്ധിച്ച് മന്ത്രിസഭ ഗവർണറെ ഉപദേശിക്കണമെന്ന് നേരത്തെ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സർക്കാരിന് കുറിപ്പൊക്കെ നൽകിയ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ സർക്കാരിൻ്റെ പരിപാടികൾ രാജ്ഭവന് ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഇത് വേണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഈ അശോകിൻ്റെ കുറിപ്പ് ചീഫ് സെക്രട്ടറി നിയമവകുപ്പിനൊക്കെ കൈമാറിയിട്ടുണ്ട്. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയില്ലാത്ത ഔദ്യോഗിക ചടങ്ങുകൾ രാജ്ഭവന് പുറത്തേക്ക് മാറ്റുന്നതും ഇതോടൊപ്പം തന്നെ ആലോചിക്കുന്നുണ്ട്. പല വിഷയങ്ങളിലും ഇത് കയറി വന്നിട്ടുണ്ട്. അതേസമയം KC വേണുഗോപാൽ പറയുന്ന ഈ വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നാണ്. കാരണം രാജ്ഭവനിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം തടയാൻ രാഷ്ട്രപതി ഇടപെടണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. RSSൻ്റെ മുദ്രാവാക്യം നടപ്പാക്കാനല്ല ഈ ആർലേക്കർ കേരള ഗവർണറായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനാപരമായ ചുമതലയേറ്റ ശേഷം RSSൻ്റെ സ്വയം സേവകനായി പ്രവർത്തിക്കരുതെന്നും KC വേണുഗോപാൽ പറയുന്നു. അപകടകരമായ പ്രവണതയിലേക്കാണ് ഗവർണർ നീങ്ങുന്നത്. രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് മുഖ്യമന്ത്രി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും അറിയിക്കണമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. രാജ്ഭവനിലെ ചടങ്ങുകളിൽ നിന്ന് മന്ത്രിമാർ ഇറങ്ങിപ്പോകുന്നത് നാടകമാണെന്നും വേണുഗോപാൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഈ ഗവർണറുടെ സുരക്ഷയ്ക്കായിട്ട് ഇനിയിപ്പോൾ കേന്ദ്രസേന വരേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. കാരണം ഗവർണറെ പല സ്ഥലത്തും SFIക്കാരൊക്കെ തടയുകയും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗവർണറുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി കേന്ദ്രസേന വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതായത് പരസ്യ പ്രതിഷേധം ഉയർന്നാൽ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിളിക്കും. ഈ വ്യാഴാഴ്ച രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തിയതൊക്കെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള തീരുമാനം. ഗവർണർക്കെതിരെ പ്രതിഷേധം കനക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കേന്ദ്രസേന എത്തേണ്ടത് അത്യാവശ്യമാണ്. ഗവർണറുടെ പ്രോട്ടോകോൾ അനുസരിച്ചൊക്കെ അതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇനിയിപ്പോൾ ഗവർണർ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിൽ കേന്ദ്രസേന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. കാരണം വഴിയിലെല്ലാം ഇത്തരത്തിൽ SFIക്കാർ കരിങ്കൊടി കാട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും ഒഴിവാക്കേണ്ടെന്നാണ് രാജ്ഭവൻ്റെ തീരുമാനം. ഗവർണർ ആ ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഈ ചിത്രം സ്ഥിരമായി വയ്ക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. രാജ്ഭവനിൽ ഔദ്യോഗിക പരിപാടി നടത്തേണ്ടതില്ലെന്ന് സർക്കാരിന് വേണമെങ്കിൽ
തീരുമാനിക്കാം. സർക്കാരിന് അത്തരത്തിലുള്ള പരിപാടികൾ പുറത്തെവിടെങ്കിലും വയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഭാരതാംബ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPM-ഉം സർക്കാരും ശ്രമിക്കുന്നതെന്നാണ് രാജ്ഭവൻ നിലപാട്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പുഷ്പാർച്ചന നടത്തുമെന്ന് അറിഞ്ഞതിനാൽ നേരത്തെ കൃഷി വകുപ്പിൻ്റെ ചടങ്ങ് P. പ്രസാദ് രാജ്ഭവനിൽ നിന്ന് മാറ്റി. അതാണ് ഈ വിവാദത്തിനൊക്കെ തുടക്കമായത്. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാര ചടങ്ങിൽ നിന്ന് മന്ത്രി V. ശിവൻകുട്ടിയും ഇറങ്ങിപ്പോയത്. അതോടൊപ്പം തന്നെ ഈ ഗവർണറുടെ അധികാരവും കടമകളും കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് V. ശിവൻകുട്ടിയും പറഞ്ഞിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഭരണഘടനയാണോ ഇവർ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ CPM-നൊക്കെ ഭരണഘടന മാത്രം നോക്കി ജീവിക്കാൻ പറ്റുള്ളൂ. ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളുടെ സങ്കല്പമാണ്. അത് നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാർ നേതാജിയാണെന്ന് നേതാജി ആദരിക്കണമെന്നും ഒക്കെ എവിടെയെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പറയേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മളുടെ കടമയാണ്. നമ്മളോട് ആരും ഇത് പറഞ്ഞു തരേണ്ടതില്ല. നമുക്ക് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട്. ബോധവും വിവരവും എന്ന് പറയുന്ന മനുഷ്യനുള്ള ഒരു സാധനമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഇല്ലാതാവും. അങ്ങനെയുള്ളവരൊക്കെ പല കോപ്രായങ്ങളും പലയിടത്തും കാണിച്ചെന്നും വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കോപ്രായങ്ങളുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ, ചരിത്രം എന്താണെന്ന് അറിയാമല്ലോ. അഭ്യാസം കാണിച്ചിട്ടുള്ളതും എന്തൊക്കെ അഭ്യാസങ്ങളാണ് എവിടെയൊക്കെ കാണിച്ചിട്ടുണ്ട്, പരിഭാവനമായി കാണേണ്ട നിയമസഭയിൽ പോലും എന്തൊക്കെ കാണിച്ചിട്ടുള്ളവരാണ് ഇവരെന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ അത് വിട്ടിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരിക. ഇങ്ങനെയാണ് ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്നതുപോലെ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം വർഷങ്ങളായി നമ്മളുടെ ഇടയിലുണ്ട്. നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മളുടെ പൈതൃകത്തേക്ക് ബഹുമാനിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പം നമ്മുടെ അമ്മയെ ബഹുമാനിക്കണമെന്ന് ഏതെങ്കിലും നിയമ പുസ്തകത്തിലുണ്ടോ? അമ്മയെ ബഹുമാനിക്കണം, അച്ഛനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം. പാഠപുസ്തകത്തിലൂടെ ഭരണഘടനയുടെ അല്ല ഉണ്ടാവുന്നത്. അത് നമ്മളുടെ സ്വാഭാവികമായി നമ്മളുടെ ജനിതക ഗുണവും കൂടിയാണ്, നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഗുണവും കൂടിയാണ്. ചിലർക്ക് ആ ഗുണം ഉണ്ടാവില്ല, ചിലർക്ക് വേറെ പാരമ്പര്യമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പൈതൃകങ്ങളൊക്കെ ആയിരിക്കും എടുത്ത് വെക്കാനായിട്ടുള്ള. ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മഹത്വം മനസ്സിലാവണമെന്നില്ല. സ്വന്തം അച്ഛൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നല്ല ഒരു പരമ്പര വേണം, അതിന് നല്ല ഒരു ഗുണം വേണം. ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ചിലർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് കമ്മ്യൂണിസ്റ്റുകളായിരിക്കാം, ചിലപ്പോൾ ജിഹാദികളായിരിക്കാം, അവർക്കൊക്കെ വേറെയാണല്ലോ. ഈ പറയുന്ന നമുക്ക് പിതൃ എന്ന് പറയുന്നത്, അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അത് നമ്മളോടൊപ്പം എന്നും ചേർന്നിരിക്കുന്നു. നമ്മളുടെ ഹൃദയത്തിൽ അതൊരു വലിയ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് ഭാരതമാതാവായാലും സ്വന്തം അമ്മയായാലും സ്വന്തം ഭാഷയായാലും നമുക്ക് പ്രാണന തുല്യമാണ്. ഇത് അയലത്തുകാരനാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലടേ അങ്ങനെ അല്ല എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്, നമ്മൾ ആ നിലപാടെടുത്ത് പോകും. ഭാരതാംബ നമ്മുടെ സ്വന്തം അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഭാരതം. നമുക്ക് ഭാരതാംബ അങ്ങനെ തന്നെയാണ്. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, രാഷ്ട്രപിതാവിനെ ബഹുമാനിക്കണം, രാഷ്ട്രസങ്കല്പങ്ങളെയെല്ലാം ആദരിക്കണം, ദേശീയ പതാക, ദേശീയ ഗാനത്തിനെ, നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ, ഈ സംഭാവന നൽകിയ മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ, ഇവരെ എല്ലാം വണങ്ങുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന അധ്യാപകരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, ഗുരുജനങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, അതുപോലെ സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചേതനകളിൽ ഒന്നാണ് ഇതെല്ലാം. ഈ പറയുന്ന മാതൃഭക്തി, ദേശഭക്തി, ഇതല്ല. അപ്പം ഇതൊന്നും ബോധമുള്ളവർക്ക് മാത്രം, ഒരുവിധം ബോധമുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. തീരെ വിവരമില്ലാത്ത മനുഷ്യരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തെ മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം അമ്മയെ മനസ്സിലാക്കിയാൽ മാത്രമേ കഴിയുള്ളൂ. അതിനെ കഴിവില്ലാത്തവരോട് അത് പറയുന്നത് വിഡ്ഢിത്തമാകുകയുള്ളൂ എന്നേ നമുക്ക് പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.